നമസ്കാരം. ഭാഗ്യം വിൽക്കുന്നവർ എന്ന ഞാൻ എഴുതിയ ചെറുകഥാ സമാഹാരത്തിലെ സ്വാതി എന്ന് തുടങ്ങുന്ന മൂന്നാമത്തെ കഥയുടെ രണ്ട് ഭാഗങ്ങൾ ഇതുവരെ കേട്ടു കഴിഞ്ഞല്ലോ. സ്വാതിയുമായി ഒറീസയിലെ ആ വനപ്രദേശത്തു നിന്നും രക്ഷപ്പെട്ട ഫോറസ്റ്റ് ഓഫീസർ വേണു തൻ്റെ നാട്ടിലേക്ക് എത്തിയതിനു ശേഷമുള്ള സംഭവ വികാസങ്ങളാണ് ഇനി തുടർന്ന് നമുക്ക് കേൾക്കാം. സ്വാതി മൂന്നാം ഭാഗം. ഓഫീസിൽ നിന്നും റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ അനുവദിച്ചുകൊണ്ടുള്ള കത്തുകൾ വന്നു. അങ്ങനെ ഒരു കാലഘട്ടം അവസാനിക്കുന്നു. വീണ്ടും ഒരു ബൈക്ക് മേടിച്ചു. നാട്ടുമ്പുറത്തെ വഴികളിലൂടെ ഇടയ്ക്കൊക്കെ യാത്ര പോകാൻ. ചിലപ്പോൾ പുറകിൽ സ്വാതി ഉണ്ടാവും. അവൾക്ക് ആ യാത്രകൾ വലിയ ഇഷ്ടമാണ്. വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ ആ യാത്രകൾക്കിടയിലാണ്. ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ടാണ് ആ ചോദ്യം പൊട്ടി വീണത്. വേണു നാട്ടിലെത്തിയ വിവരം ഞാൻ ഇന്നലെയാണ് അറിഞ്ഞത്. ഉറക്കെയുള്ള സംസാരത്തോടെ കയറി വന്ന അച്ചുമ്മൻ അമ്മയുടെ അകന്ന ബന്ധത്തിലുള്ള ഒരു കക്ഷിയാണ്. ഓരോന്ന് കുത്തി കുത്തി ചോദിച്ച് മനുഷ്യനെ വെറുപ്പിച്ചു കളയും. പ്രതീക്ഷിച്ച പോലെ തന്നെ സംഭവിച്ചു. എന്തിനാണ് നല്ല ജോലി കളഞ്ഞത്? എന്താ തിരികെ പോയ? ഭാര്യ ഇപ്പോൾ എവിടെയാണ്? മകൻ എന്ത് ചെയ്യുന്നു? എന്നിങ്ങനെ തനിക്ക് ഉത്തരം നൽകാൻ സാധിക്കാത്ത അനേകം ചോദ്യങ്ങൾക്ക് മുൻപിൽ മൗനം ഉത്തരമായി നിൽക്കുമ്പോൾ സ്വാതി കയറി വന്നു. ഇതാരാ ഈ കുട്ടി? എവിടുത്തെയാ? എന്താ നിന്റെ കൂടെ? വീണ്ടും ഉത്തരം നൽകാനാവാത്ത കുറെ ചോദ്യങ്ങൾ. അച്ചുമാൻ ഇറങ്ങുകയല്ലേ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്, കവല വരെ ഞാൻ ബൈക്കിൽ കൊണ്ടുവിടാം. പിന്നെന്തോ കൂടുതലൊന്നും മിണ്ടിയില്ല. പക്ഷെ ബൈക്കിൽ നിന്ന് ഇറങ്ങുമ്പോൾ അല്പം രൂക്ഷമായി നോക്കിക്കൊണ്ട് പറഞ്ഞു, ചിലത് ചില കാലം ഒളിപ്പിക്കാം, പക്ഷെ എല്ലാ കാലവും പലതും ഒളിപ്പിക്കാൻ കഴിയില്ല. ഓർമ്മയുണ്ടാവണം. ചെയ്യുന്നതൊന്നും നമ്മുടെ തറവാടിനും മരിച്ചുപോയ ചേച്ചിക്കും ചേട്ടനും ഒന്നും നാണക്കേടുണ്ടാക്കുന്നതാകരുത്. ബസ് കയറി പോകുമ്പോൾ വീണ്ടും തന്നെ നോക്കുന്നത് കാണാത്തതുപോലെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു പോയി. അന്ന് രാത്രി മാത്രമല്ല, പിന്നീടുള്ള പല രാത്രികളിലും ഈ വിഷയം ചിന്തകളിലേക്ക് കയറി വന്നു. സ്വാതി തനിക്ക് ആരാണ്? ആരാകണം? കാട്ടിലെ ആ ആദിവാസി ഊരിൽ നിന്നും താൻ കണ്ടെടുത്ത, അല്ല കൂട്ടിക്കൊണ്ടുപോന്ന അവൾ തനിക്ക് ആരാകുന്നതാണ് കൂടുതൽ നല്ലത്? മനസ്സിനോട് പലവട്ടം ഈ ചോദ്യം ചോദിച്ചു. സമാധാനിപ്പിക്കുന്ന ഒരു ഉത്തരം കിട്ടിയില്ല. അതിനൊരു മറുപടി കണ്ടെത്തേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിനെ സമാധാനിപ്പിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ ചോദ്യങ്ങൾ പല കോണിൽ നിന്നും ഉയരുന്നത് അറിയുന്നുണ്ടായിരുന്നു. ഒരിക്കൽ നാരായണേട്ടൻ എങ്ങും തൊടാത്ത മട്ടിൽ പറഞ്ഞു, ഈ സ്വാതി ഇവിടെ തന്നെ താമസിക്കുകയാണോ? അല്ല, മോൻ മാത്രമുള്ള വീട്ടിൽ ചെറുപ്പക്കാരിയായ ഒരു പെണ്ണിങ്ങനെ, അല്ല ആൾക്കാർ ഓരോന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നാരായണേട്ടന്റെ ആ ആശങ്ക അപ്പോൾ അവഗണിക്കാനാണ് മനസ്സ് പറഞ്ഞത്. ഒന്ന് ചിരിച്ചുകൊണ്ട് പറമ്പിൽ പണിക്ക് ആളെ നിർത്തേണ്ട കാര്യം പറഞ്ഞുറപ്പിച്ചിട്ട് അകത്തേക്ക് നടന്നു. മറ്റൊരിക്കൽ കവലയിലെ പച്ചക്കറി കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി കഴിഞ്ഞപ്പോൾ ബാക്കി പൈസ തന്നുകൊണ്ട് ഖാദർഭായ് ആ ചോദ്യം എടുത്തിട്ടു. വേണു സാറിന്റെ കൂടെ ഒരു പെൺകുട്ടി താമസിക്കുന്നുണ്ടല്ലേ? കോളേജിൽ പോകാൻ ബസ് കയറുന്നത് കാണാറുണ്ട്. ആരാ മോള്? ബന്ധുക്കൾ ആരെങ്കിലും ആണോ? അതെ എന്നുള്ള ഉത്തരത്തിൽ അയാൾ സംതൃപ്തനല്ല എന്ന് മനസ്സിലായി. മറ്റെന്തോ കൂടി ചോദിക്കാനുള്ള പുറപ്പാടായിരുന്നു. അതിനിട കൊടുക്കാതെ ഇറങ്ങി നടന്നു. ഇങ്ങനെ പലരും സ്വാതി ആരാണെന്ന് അറിയാനുള്ള ചോദ്യങ്ങൾ പല വഴിയിലൂടെ നടത്തുന്നുണ്ടായിരുന്നു. അവരിൽ ചിലർ സ്വാതിയോട് തന്നെ നേരിട്ട് ചോദിച്ചു. ആദ്യം അവരോടൊക്കെ മറുപടി പറയാൻ നിൽക്കാതെ ഒഴിഞ്ഞു മാറാൻ അവൾക്ക് കഴിഞ്ഞു. എന്നാൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തലയിടുന്നതിനുള്ള നാട്ടുകാരുടെ ആകാംക്ഷ അല്ലെങ്കിൽ കുൽസിത ബുദ്ധി അടക്കി വെക്കാനാവില്ലല്ലോ. അതൊരു ജനതിക പ്രതിഭാസമാണെന്ന് തോന്നുന്നു. നാടെവിടെയായാലും അടുത്ത വീട്ടിലെ ഓണം സ്വന്തം വീട്ടിലെ ജനലിലൂടെ ആസ്വദിക്കാൻ എല്ലാവർക്കും ഒരു രസമാണ്. ഒരു രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വാതി ആ വിഷയം എടുത്തിട്ടു. ചേട്ടന് ഇന്നത്തെ കറികളൊക്കെ ഇഷ്ടായോ? കോളേജിൽ കൂടെ പഠിക്കുന്ന രശ്മി പറഞ്ഞു തന്ന റെസിപ്പിയാ, കൊള്ളാമോ? സ്വാതി പലപ്പോഴും അങ്ങനെയാണ്. അവൾക്ക് ചോദിക്കാനുള്ള കാര്യത്തിലേക്ക് നേരിട്ട് കടക്കുകയില്ല. മറ്റെന്തെങ്കിലും വിഷയം പറഞ്ഞുകൊണ്ട് സാവധാനം അവളുടെ യഥാർത്ഥ പ്രശ്നം അവതരിപ്പിക്കും. നന്നായിട്ടുണ്ട്, നീ ഇതൊക്കെ പെട്ടെന്ന് പഠിച്ചല്ലോ. ശരിക്കും ഈ നാട്ടിലെ രീതികളുമായി നീ എളുപ്പം പൊരുത്തപ്പെട്ടെന്ന് തോന്നുന്നു. ഒരു കൊല്ലമാവുന്നു ഞാനിപ്പോ ഇവിടെ ചേട്ടനോടൊപ്പം താമസിക്കാൻ തുടങ്ങിയിട്ട്. ഓർമ്മയുണ്ടോ നമ്മൾ രാത്രി ഓടിപ്പോന്നത്? അതും പറഞ്ഞ് അവള് ചിരിക്കാൻ തുടങ്ങി. നിനക്ക് അവിടുത്തെ കാര്യങ്ങൾ ഓർമ്മ വരാറില്ലേ? അമ്മയും സീതയും കാണണമെന്ന് തോന്നാറില്ലേ?
അവളെ സങ്കടപ്പെടുത്താതിരിക്കാൻ ആ കാര്യങ്ങളൊന്നും മനഃപൂർവ്വം എടുത്തിടാറില്ല. ഇന്നറിയാതെ ഓർമ്മ വരാറുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ സുരക്ഷിതയായി ഉണ്ടാകുമെന്ന് അമ്മയ്ക്കറിയാം, സീതയ്ക്കും. അപ്പനൊന്നുകിൽ അന്വേഷിച്ച് നടക്കുന്നുണ്ടാവും, ആ കള്ള മുതലാളി കാട് വിട്ടു പോയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു പെണ്ണിനെ കണ്ടെത്തിയിട്ടുണ്ടാവും. കുറച്ചു നേരം പഴയ കാര്യങ്ങൾ ഓർത്തിട്ടെന്ന പോലെ അവൾ നിശബ്ദയായി. കൈ കഴുകി മുറിയിലെ ചാരുകസേരയിൽ ഇരിക്കുമ്പോൾ സ്വാതി മുറിയിലേക്ക് കയറി വന്നു. അവളുടെ മുഖഭാവത്തിൽ നിന്നും അവൾ എന്തോ ചോദിക്കാൻ വിഷമിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. എന്താ സ്വാതി, നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? മടിച്ചു മടിച്ചാണ് അവൾ വാ തുറന്നത്. ഞാൻ ചേട്ടനെ വിഷമിപ്പിക്കാൻ വേണ്ടി ചോദിക്കുകയല്ല, എനിക്കൊരു പ്രശ്നവും ഇല്ല. പക്ഷേ എന്നോട് ആരെങ്കിലും ഞാൻ ചേട്ടന്റെ ആരാണെന്ന് ചോദിച്ചാ എന്താ പറയേണ്ടത്? ഒരു നിമിഷം ആ ചോദ്യം ആ മുറിയിൽ മുഴങ്ങുന്നതായി തോന്നി. നിനക്ക് എന്ത് മറുപടി പറയാനാണ് ഇഷ്ടം? തിരികെ ഒരു ചോദ്യമായിരുന്നു മറുപടി. ഒന്ന് സംശയിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ചോദിച്ചവരോടൊക്കെ എന്റെ ചേട്ടനാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പൊ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അത് തന്നെയാണല്ലോ ശരി. ചിരിച്ചുകൊണ്ട് അവൾ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. ദിവസങ്ങൾ കടന്നുപോകെ കാര്യങ്ങൾ കൂടുതൽ വഷളാകാനുള്ള ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. ചില രാത്രികളിൽ ആരോ മുറ്റത്തൂടെ നടക്കുന്ന ശബ്ദം കേട്ട പോലെ. സ്വാതി ഒരു ദിവസം മുറിയിലെ ബാത്റൂമിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ ഒരു നിഴൽ ജനലക്കരികിൽ വ്യക്തമായി കണ്ടത്രേ. അവൾ മുറിയിൽ വന്നു പറഞ്ഞ ഉടനെ ടോർച്ചും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി നോക്കി. ആരെയും കണ്ടില്ല. തിരികെ കയറാൻ നേരം പൂച്ചട്ടിയുടെ സമീപത്തു നിന്നും പാതി കത്തിയ ഒരു ബീഡിക്കുറ്റി കണ്ടെത്തി. അത് കയ്യിലെടുത്ത് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് കയ്യിൽ വാക്കത്തിയുമായി നിൽക്കുന്ന സ്വാതിയെയാണ്. ചോദ്യഭാവത്തോടെ നോക്കിയപ്പോ അത് പിന്നിലേക്ക് ഒളിപ്പിച്ചുകൊണ്ട് അവൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, രാത്രി തനിയെ പുറത്തിറങ്ങുമ്പോൾ ഒരു കരുതലൊക്കെ വേണ്ട ചേട്ടാ. അതാ കാട്ടിലെ വഴക്കം. ഏത് സമയത്തും ഉണ്ടാകാവുന്ന ഒരാക്രമണത്തെ കരുതിയിരിക്കാൻ മനുഷ്യ സഹജമായ മുൻകരുതൽ ആ പ്രകൃതി അവർക്ക് കൊടുത്തതാണ്. ഇനി മുതൽ ജനൽ അടച്ച ശേഷം രാത്രി കിടന്നാൽ മതിയെന്ന് നിർദ്ദേശിച്ചു. ഈ വക കാര്യങ്ങളെക്കുറിച്ചുള്ള ആദ്യ കാരണം ഉറക്കം നഷ്ടപ്പെട്ടു. 4-5 ദിവസമായി കനത്ത മഴയാണ്. സ്വാതി കോളേജിൽ നിന്നും മഴ നനഞ്ഞാണ് ചിലപ്പോൾ വരവ്. അവൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. കാട്ടിൽ ഒരിക്കൽ പോലും കുട ചൂടാത്ത അവൾക്ക് മഴ കൊണ്ട ഒരു കുഴപ്പമില്ല. പക്ഷെ വേണുവിന് പനി പിടിച്ചു. കഫകെട്ടും മേലുവേദനയൊക്കെ ആയി നല്ല മുട്ടൻ പനി. ആ 4-5 ദിവസം സ്വാതി അടുത്തു നിന്നും മാറാതെ ശുശ്രൂഷിച്ചു. കോളേജിൽ പോലും പോയില്ല. നിർബന്ധിച്ചപ്പോ പറഞ്ഞത്, ചേട്ടന് വയ്യാതായ നോക്കാൻ ഇവിടെ ഞാനല്ലാതെ ആരാ ഉള്ളത്? എന്നെ സംരക്ഷിക്കേണ്ട ആളല്ലേ, അപ്പൊ നോക്കേണ്ട കടമ എനിക്കുണ്ട്. അവളുടെ വാദത്തിന് മുമ്പിൽ ഉത്തരമില്ലാതെ കണ്ണടച്ചു കിടന്നു. ചിലപ്പോൾ തോന്നും അവളുടെ തന്നോടുള്ള ഈ സ്വാതന്ത്ര്യം താൻ നല്ലപോലെ ആസ്വദിക്കുന്നുണ്ടെന്ന്, അത് കിട്ടാൻ മനസ്സാഗ്രഹിക്കുന്നുണ്ടെന്ന്. പിന്നെ മനസ്സിനെ ശാസിച്ചുകൊണ്ട് സ്വയം വിലപിക്കും, ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിക്കാൻ കൂടി പാടില്ല. സ്വാതി തനിക്ക് ആരുമല്ല, സംരക്ഷിക്കാം എന്ന വാക്ക് കൊടുത്ത് കൂട്ടിക്കൊണ്ടുവന്നു എന്ന് മാത്രം. വലിയ ലക്ഷ്യങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന കുട്ടിയാണ്. അവൾക്കൊരിക്കൽ തിരിച്ചു ചെല്ലണം അവളുടെ ഊരിലേക്ക്, വലിയ ആളായിട്ട്, അവരുടെ കഷ്ടപ്പാടുകൾ തീർക്കാനുള്ള സംരംഭങ്ങളുമായിട്ട്, ആദിവാസികളുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ഉപാധികളുമായിട്ട്. അവരുടെ കാടിനെ സംരക്ഷിക്കാൻ, അവിടുത്തെ സമ്പത്തിനെ സംരക്ഷിക്കാൻ, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള ജീവിതമാണ് അവളുടേത്. അതിനിടയ്ക്ക് താനും ഈ ജീവിതവും ഒന്നും ഒരു തടസ്സമായിക്കൂടാ. ഒരു ദിവസം പരിചയമില്ലാത്ത കൈപ്പടയിൽ ഒരു കത്ത് വന്നു. എവിടെയൊക്കെയോ ചുറ്റിത്തിരിഞ്ഞ് തെറ്റായ ഏതൊക്കെയോ മേൽവിലാസത്തിൽ കറങ്ങി ഒരു മുഷിഞ്ഞ കവർ. പോസ്റ്റ്മാൻ ആരുടെയോ കയ്യിൽ കൊടുത്തു വിട്ടതാണ്. ഇവിടത്തേക്കല്ലെങ്കിൽ തിരികെ തരണമെന്ന അഭ്യർത്ഥനയോടെ. കത്ത് പൊട്ടിച്ചു വായിച്ചു. ഒറീസയിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ കൂടെ ജോലി ചെയ്തിരുന്ന വികാസ് ബറുവ എഴുതിയതാണ്. ഓ, പണ്ട് സരസ സെക്ടറിൽ ഉണ്ടായിരുന്ന ബറുവാജി. ആകാംക്ഷയോടെ വായിച്ചു തുടങ്ങി. താൻ അവസാനം ജോലി ചെയ്തിരുന്ന മേഘ സെക്ടറിലാണ് ഇപ്പോൾ അയാൾ. അവിടുത്തെ കാര്യങ്ങളാണ് കത്തിൽ. വേണുസാബ് ഇവിടം വിട്ട് എങ്ങോട്ടാണ് പോയത്? ട്രാൻസ്ഫർ ആയി പോയതാണോ? ഈ സെക്ടറിൽ ആർക്കും അറിയില്ല. ഇപ്പോൾ ഏത് ഡിവിഷനിലാണ് സാബ് ജോലി ചെയ്യുന്നത്?